നമസ്കാരം, വെൽക്കം ടു ഡിജിറ്റൽ പ്ലാനറ്റ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ എൻറോൾഡ് ഫോളോവർ പോസ്റ്റിന് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. ഈ നിയമനം പുരുഷന്മാർക്കായിട്ട് മാത്രമുള്ളതാണ്. അതേപോലെ കേരള സംസ്ഥാനത്തിൽ നിന്നുള്ള ഇന്ത്യൻ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ അപേക്ഷ. ലാസ്റ്റ് ഡേറ്റ് മെയ് 5. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. പോസ്റ്റ് വന്നിട്ട് എൻറോൾഡ് ഫോളോവർ, സ്വീപ്പർ, സഫായിവാല, ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ്. വേക്കൻസി EWS വിഭാഗത്തിൽ 2 ഒഴിവുകളുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത SLC അല്ലെങ്കിൽ ITI പാസ് അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ച ബോർഡിൽ നിന്നുള്ള തത്തുല്യ യോഗ്യത. പ്രായപരിധി 18നും 25 വയസ്സിനും ഇടയിലായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജോലി സ്ഥലമാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എയർ, ലാൻഡ്, സീ മേഖലകളിലായി ഏത് പ്രദേശത്തും സേവനം നൽകേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എയർ ബേസ് ആയിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ ലാൻഡ്, അല്ലെങ്കിൽ സീ, കടൽ മേഖലകളിൽ ജോലി ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ജോലിയുടെ സ്വഭാവം ഷിപ്പുകളിലും കോസ്റ്റ് ഗാർഡ് ഓഫീസുകളിലുമുള്ള ശുചിത്വം, അതേപോലെ ടോയ്ലറ്റ്, സെപ്റ്റിക് ടാങ്ക്, ട്രെയിനുകൾ എന്നിവയുടെ വൃത്തിയാക്കൽ, ശുചിത്വ പരിപാലനം എന്നിവയാണ് പ്രധാന ജോലിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ് ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റം ലഭിച്ചേക്കാം. ഇത്രയും കാര്യങ്ങളാണ് ജോലിയുടെ സ്വഭാവത്തിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ഹൈറ്റ് 157 സെൻറ്റിമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നാഗാലാൻഡ്, മിസോറാം, മേഘാലയ തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിലേക്കുള്ള കാൻഡിഡേറ്റ്സിന് 5 സെൻറ്റിമീറ്റർ വരെ ഇളവുണ്ട്. അതേപോലെ ലക്ഷദ്വീപ് കാൻഡിഡേറ്റ്സിന് 2 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ ഇളവുണ്ട്. അതേപോലെ ചെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, 5 സെൻറ്റിമീറ്റർ വരെ എക്സ്പാൻഷൻ. അതേപോലെ ഭാരം, വെയിറ്റ് പറഞ്ഞിരിക്കുന്നത് ഉയരത്തെയും പ്രായത്തെയും അനുസരിച്ച്. നെക്സ്റ്റ് ഐസൈറ്റ് പറഞ്ഞിട്ടുണ്ട്, വിത്ത് ഗ്ലാസും വിത്തൗട്ട് ഗ്ലാസും പറഞ്ഞിട്ടുണ്ട്. കണ്ണടയില്ലാതെ ബെറ്ററായിട്ട് 6/60, അതേപോലെ വേഴ്സായിട്ട് 6/60. അത് കണ്ണട ഉപയോഗിച്ചിട്ട് 6/9, വേഴ്സായിട്ട് 6/24 പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയറാണ്. ഫസ്റ്റ് റിട്ടേൺ ടെസ്റ്റാണ് വരുന്നത്. യോഗ്യരായ എല്ലാ കാൻഡിഡേറ്റ്സും റിട്ടേൺ ടെസ്റ്റ് എഴുതണം. അതേപോലെ ടോട്ടൽ മാർക്ക് 50 സബ്ജക്ട്സ് ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ് എല്ലാം 10th ക്ലാസ് ലെവലായിരിക്കും. ടൈം 1 മണിക്കൂറാണ്. പാസ്സാവാൻ വേണ്ട മാർക്ക് ജനറലിന് 50%, ST 45%മാണ് പാസ്സാവാൻ വേണ്ട മാർക്ക്. അപ്പോൾ ഈ പരീക്ഷയിൽ വിജയിച്ചവർക്ക് മാത്രമാണ് പ്രൊഫഷണൽ സ്കിൽ ടെസ്റ്റിന് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രൊഫഷണൽ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫയിങ്, നോട്ട് ക്വാളിഫയിങ് നേച്ചറിലുള്ളതാണ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസിലും ഈ വ്യക്തികൾ പാസ്സായിരിക്കണം. അതായത് സ്വീപ്പിംഗ് ഉണ്ട്, മോപ്പിംഗ്, ഡ്രെയിനുകൾ വൃത്തിയാക്കൽ, ടോയ്ലറ്റുകൾ വൃത്തിയാക്കൽ, സെപ്റ്റിക് ടാങ്ക്, അതേപോലെ പൈപ്പ് ലൈൻ എന്നിവയുടെയൊക്കെ മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് വന്നിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആയിരിക്കും. ഇത് നമ്മുടെ റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും പാസ്സായവർക്കാണ് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവുക. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിഫയിങ്, നോട്ട് ക്വാളിഫയിങ് സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് 1.6 കിലോമീറ്റർ ഓട്ടം 7 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കണം. അതേപോലെ 20 സ്ക്വാട്ടപ്പ്, പിന്നെ 10 പുഷപ്പുകൾ. നെക്സ്റ്റ് മെഡിക്കൽ പരിശോധനയാണ്. അത് ഈ നമ്മുടെ റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഫിറ്റ്നസ് ടെസ്റ്റുകളും പാസ്സായവർക്കാണ് മെഡിക്കൽ പരിശോധന നടത്തുന്നത്. ഇതെല്ലാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചായിരിക്കും പരിശോധനയൊക്കെ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ബോഡി ടാറ്റുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശരീരത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ള ടാറ്റു നോട്ട് പെർമിറ്റഡ്, അനുവദനീയമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ കൈയുടെ ഇൻസൈഡിലും ബാക്കിലുമുള്ള ടാറ്റു മാത്രമേ പെർമിറ്റഡ് ആയിട്ട് ഉള്ളൂ, അനുവദനീയമാകും. അതേപോലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ഇതിൽ പ്രത്യേക ഇളവുകളുണ്ടാകും. ഇനി നമുക്ക് ശമ്പള നിരക്കും ആനുകൂല്യങ്ങളും നോക്കാം. ശമ്പളം 21,700 മുതൽ 69,100 വരെയാണ്. അതിനു പുറമെ HRA, DA, അതേപോലെ ട്രാൻസ്പോർട്ട് അലവൻസ് ഇതൊക്കെ കിട്ടും. മൊത്തത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കും. അതേപോലെ കാൻഡിഡേറ്റ്സിന് ടെസ്റ്റിനിടെ പരിക്ക് അല്ലെങ്കിൽ അപകടം സംഭവിച്ചാൽ സർക്കാർ നഷ്ടപരിഹാരത്തിന് ഉത്തരവാദിയാകില്ല എന്ന് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷയോടൊപ്പം 2 സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കൂടി വെക്കണം. അതായത് ആധാർ കാർഡ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അത്, ദെൻ ജാതി സർട്ടിഫിക്കറ്റ് ST കാൻഡിഡേറ്റ്സിനായിട്ട്,
കൂടാതെ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലുള്ള പാസ്പോർട്ട് ഫോട്ടോ 10 എണ്ണം ഈ അപേക്ഷയിൽ ഒട്ടിച്ചതിന് പുറമേ ഉള്ളത്. റിട്ടേൺ എക്സാം സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് നമ്മുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിട്ടേൺ എക്സാം ഉണ്ടാവും, പ്രൊഫഷണൽ സ്കിൽ ടെസ്റ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നിവയിൽ പ്രകടിപ്പിക്കുന്ന മെറിറ്റ് അടിസ്ഥാനമാക്കിയായിരിക്കും കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അപേക്ഷിക്കേണ്ട വിധം പറഞ്ഞിരിക്കുന്നത്, അപേക്ഷ A4 സൈസ് പേപ്പറിൽ ഒരു ഫോർമാറ്റ് തയ്യാറാക്കുക. അതിപ്പോൾ ടൈപ്പ് ചെയ്താൽ നമുക്ക് എഴുതി തയ്യാറാക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കാം. അപ്പം അപേക്ഷയുടെ കവറിൽ വലുതായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എൻറോൾഡ് ഫോളോവർ എന്ന് എഴുതണം. പിന്നെ അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ദ പ്രസിഡൻറ്റ്, EF റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് നമ്പർ 4, കൽവാത്തി റോഡ്, ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ പോസ്റ്റോടെ തന്നെ അയച്ചാൽ മതി. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 5 പിന്നെ എക്സാമിനേഷൻ സെൻറ്റർ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് നമ്പർ 4, ഫോർട്ട് കൊച്ചി. പിന്നെ പറഞ്ഞിരിക്കുന്നത്, ഓരോ കാൻഡിഡേറ്റും ഒരേ ഒരു അപേക്ഷ മാത്രമേ അയക്കാവൂ. ഒന്നിലധികം അപേക്ഷകൾ അയച്ചാൽ അത് റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.